മെറ്റീരിയൽ FGC എന്ന മെറ്റീരിയൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താ വെച്ചാൽ റെസ്റ്റ് വരാതിരിക്കുക, അതായത് ഫ്യൂച്ചർ ലൈഫ് കിട്ടുക എന്നുള്ളതാണ്. GP പൈപ്പിലോ അല്ലെങ്കിൽ GA പൈപ്പിലോ MS പൈപ്പിലോ ചെയ്യുന്നതിനേക്കാൾ ഒരു 50% വർക്ക് നമുക്ക് ഇത് കുറയും. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. വെയിറ്റ് ബാലൻസ് കുറവ്, മെയിനായിട്ട് വെയിറ്റ് ബാലൻസ് കുറവാണ്. നമുക്ക് മെഷീനറിയും കുറവ് മതി. വെൽഡിങ്ങിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വെൽഡിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ വേറെ പുറത്തോ, ഏതിന് വർക്കിനാണെങ്കിൽ സോളാറിനാണ് ശരി, ഏതിനാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. റെസ്റ്റ് വരത്തില്ല എന്നുള്ള കൺഫേം ആണ്, 100% ഉറപ്പാണ്. റെസ്റ്റ് വരില്ല, ലൈഫും ഉണ്ടാവും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കാടാങ്കോട് എന്ന് വന്ന സ്ഥലത്താണ്. നമ്മുടെ ഷൈൻ സ്റ്റാർ FGC മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ട്രസ് വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വന്നിട്ട് ഈ ട്രസ് വർക്ക് ചെയ്ത് ഫാബ്രിക്കേറ്ററാണ് മഹേഷ് എന്നാണ് പേര്. നമസ്കാരം ചേട്ടാ, എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ MS പൈപ്പ് കൊണ്ടാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. GA പൈപ്പ്. അത് എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? 15-16 വർഷമായി. ഓക്കെ. ആ ഫീൽഡിൽ വന്നിട്ട് പെട്ടെന്ന് ഈ FGC വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ചേട്ടന് എങ്ങനെയാണ്? ബുദ്ധിമുട്ടായിരുന്നോ, ഈസി ആയിരുന്നോ? എങ്ങനെയില്ല, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തന്നെ കുറെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അല്ല, അത് വേറെ ടൈപ്പ് മെറ്റീരിയൽ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് എന്താ പറയാ, വെൽഡിങ് ഇല്ല, സീറോ വെൽഡിങ്, എവിടെയും വെൽഡിങ് അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് കട്ടിങ് ആണ് ശരി, ഗ്രൈൻഡിങ് ആണ് ശരി, എല്ലാം വർക്ക് ഒരു 50% വർക്ക് GP പൈപ്പിലോ അല്ലെങ്കിൽ GA പൈപ്പിലോ MS പൈപ്പിലോ ചെയ്യുന്നതിനേക്കാൾ ഒരു 50% വർക്ക് നമുക്ക് ഇത് കുറയും. ഒരു ടെൻഷൻ ഫ്രീ ആണ്. ഈ മെറ്റീരിയൽ എങ്ങനെ ചേട്ടാ ആദ്യമായിട്ട് കണ്ടത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ ഇടയ്ക്ക് വീഡിയോ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നോക്കുമ്പോൾ ഇതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. കാരണം പല തമിഴ്നാട്ടിലും അതേപോലെ പല ഭാഗങ്ങളിലും ചെയ്ത വർക്കുകൾ പല വീഡിയോയിലും കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞു. പിന്നെ നമ്മുടെ തന്നെ സ്റ്റാഫ് ഉണ്ടല്ലോ, മുരളിയേട്ടനാണ് പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വർക്ക് വന്നപ്പോൾ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. മുരളിയേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടെ ഈ പാലക്കാടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തു. നമ്മൾ പുറത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പാലക്കാട് മുൻകൈ എടുത്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ അനുസരിച്ച് നിന്ന് മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പാർട്ടിയും സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ. ഇപ്പോൾ ഈ മെറ്റീരിയൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് മേലേക്ക് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ലോഡിങ് അൺലോഡിങ് ആണ് മെയിൻ പ്രശ്നമുള്ളത്. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച്? അല്ല, ഇതിനെ സംബന്ധിച്ച് നമുക്ക് GA പൈപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സെയിം 3x3 പൈപ്പ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 3x3 പൈപ്പ് GA ആണെങ്കിൽ, GP പൈപ്പ് ആണെങ്കിൽ 20 കിലോ വരും. ഒരു ലെങ്ത് 19 സംതിങ് വരും. ഇതാകുമ്പോൾ അതിൽ 3 വെയിറ്റ് വരില്ല. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണെങ്കിൽ ശരി, തേർഡ് ഫ്ലോറിലേക്കാണെങ്കിൽ ശരി, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് കുറച്ചും കൂടി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽ നമ്മൾ ബിൽഡിങ്ങിന്റെ മേലേക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് കൂടുതൽ അഡ്വാൻറ്റേജ്? എങ്ങനെയാണ് നിങ്ങളുടെ രീതി? നമുക്ക് ഈസിയാണ്, കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് കുറച്ചല്ല, നമുക്കിപ്പോൾ ഇത് കേട്ടണമെങ്കിൽ 2 ആൾ വേണമെങ്കിൽ അതിന്റെ സമയത്ത് ഒരാളെ കൊണ്ട് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിന്റെ മേലെ ഈ ട്രസ് വർക്ക് ഫുള്ളും ചെയ്യുമല്ലോ, അപ്പൊ അതിന്റെ ലോഡ് ബെയറിങ് അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്? അല്ല, വെയിറ്റ് ടോട്ടലി ഒരു പൈപ്പിന് ഇത്ര % വെയിറ്റ് കുറയുന്ന സമയത്ത്, ഏറ്റവും നല്ല പഴയ ബിൽഡിങ്ങിന്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ബാലൻസ് കുറയ്ക്കാൻ പറ്റും. ബിൽഡിങ്ങിന് കാര്യമായിട്ട് ലോഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് മെറ്റീരിയലിന്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ പറയാനില്ല, കാരണം നമുക്ക് നമ്മൾ എല്ലാ ഫീൽഡും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമ്മൾ MS-ലും ചെയ്തിട്ടുണ്ട്, GP-ലും എല്ലാ വർക്കും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. വെയിറ്റ് ബാലൻസ് കുറവ്, മെയിനായിട്ട് വെയിറ്റ് ബാലൻസ് കുറവാണ്. നമുക്ക് മെഷീനറിയും കുറവ് മതി. വെൽഡിങ്ങിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വെൽഡിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഓക്കെ. ഇതിനെന്താ വെച്ചാൽ ഒരുപാട് പേര് ഇതിലേക്ക് ഒരു മടിച്ചു നിൽക്കുകയാണ്. അവർക്ക് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ചേട്ടന്റെ രീതിയിൽ? നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് വരില്ല. പണി കുറച്ചും കൂടി എളുപ്പമാവും. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പഴയ ബിൽഡിങ്ങുകളുടെ മുകളിൽ ചെയ്യാന്ന് വെച്ചാൽ ബിൽഡിങ്ങുകൾക്ക് ഒരുപാട് വെയിറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ വർക്ക് ചെയ്തതിൽ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചേട്ടൻ്റെ ഒന്ന് പറയും. നമ്മൾക്ക് ഈ മെറ്റീരിയൽ FGC എന്ന മെറ്റീരിയൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താ വെച്ചാൽ റെസ്റ്റ് വരാതിരിക്കുക, അതായത് ഫ്യൂച്ചർ ലൈഫ് കിട്ടുക എന്നുള്ളതാണ്. മെയിനായിട്ടുള്ളത് റെസ്റ്റ് ഫ്രീ ആണ് വേണ്ടത്. ലൈഫ് കിട്ടുക, സീറോ മെയിൻ്റെനൻസ് ആകുക. ഒരു ഒറ്റ കോസ്റ്റിൽ പിന്നെ ലൈഫിലോട്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. റെസ്റ്റ് പോകുന്ന അല്ലെങ്കിൽ മെയിൻ്റെനൻസ്, അതിലൊരു പെയിന്റിങ് അല്ലെങ്കിൽ റീവർക്ക് പെയിന്റിങ്, അതിനൊന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ആദ്യം വരുന്ന ഇൻവെസ്റ്റ്മെന്റാണ് അതിൽ നമുക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ചിലവോ ഒരു എക്സ്പെൻസ് നമുക്ക് അതിൽ വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മെയിനായിട്ട് റെസ്റ്റ് ഫ്രീ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ വേറെ പുറത്തോ, ഏതിന് വർക്കിനാണെങ്കിൽ സോളാറിനാണ് ശരി, ഏതിനാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. റെസ്റ്റ് വരത്തില്ല എന്നുള്ള കൺഫേം ആണ്, 100% ഉറപ്പാണ്. റെസ്റ്റ് വരില്ല, ലൈഫും ഉണ്ടാവും. അതുകൊണ്ട് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം.